നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് തെന്നാലി രാമൻ കഥയിലെ ഒരു കഥയാണ്. അടിയുറച്ച ഈശ്വരഭക്തിയുള്ള ഒരമ്മയാണ് ആ രാജ്യത്തെ ചക്രവർത്തിയുടെ അമ്മ. ചക്രവർത്തിയുടെ മാതാവ് ആദ്യകാലം മുതൽ തന്നെ പുണ്യസ്ഥലങ്ങളും തീർത്ഥങ്ങളുമൊക്കെ സന്ദർശിച്ചിരുന്നു. ആ ഭക്തവൃദ്ധയായപ്പോൾ സഞ്ചാരം മതിയാക്കി. എങ്കിലും പുണ്യകൃത്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. അവയിൽ ഒന്നായിരുന്നു ദാനധർമ്മം. ആ മാതാവിൻ്റെ ഏതാഗ്രഹവും സാധിപ്പിച്ചിരുന്ന ചക്രവർത്തി ഒരിക്കൽ ചക്രവർത്തിയെ ആ അമ്മ വിളിച്ചു. മകനെ, പഴവർഗ്ഗങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതിന് അതിൻ്റേതായ പുണ്യമുണ്ട്. ഏറ്റവും നല്ല പഴങ്ങൾ നീ എനിക്ക് വാങ്ങിത്തരണം. ഒരിക്കൽ രാജമാതാവ് തൻ്റെ ആഗ്രഹം ചക്രവർത്തിയോട് അറിയിച്ചു. രത്നഗിരി എന്നൊരു സ്ഥലമുണ്ട്. നല്ല വിശേഷപ്പെട്ട മാമ്പഴങ്ങൾ രത്നഗിരിയിൽ കിട്ടും. അത്ര നല്ല മാമ്പഴങ്ങൾ മറ്റൊരു ദിക്കിലും കിട്ടില്ല. ചക്രവർത്തി രത്നഗിരിയിൽ നിന്ന് വളരെ മാമ്പഴങ്ങൾ വരുത്തി. പക്ഷേ രാജമാതാവ് ആഗ്രഹിച്ച ദാനധർമ്മം ചെയ്യുവാൻ രാജമാതാവിന് അവസരം ലഭിച്ചില്ല. കാരണം ആ വൃദ്ധ അതിനു മുമ്പ് ദിവംഗതയായി. ചക്രവർത്തിക്ക് വലിയ ഇച്ഛാഭംഗമായി. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളെ വിളിച്ച് സഹായം ആരാഞ്ഞു. അമ്മയുടെ ആത്മാവിന് ദാനത്തിൻ്റെ പുണ്യം ലഭിക്കണം. അതിന് വല്ല മാർഗവും കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് രാജാവ് ഉപദേഷ്ടാക്കളോട് ചോദിച്ചു. ദുർമോഹികളായിരുന്നു ആ ഉപദേഷ്ടാക്കൾ. അവർക്ക് ലാഭം നേടാൻ നല്ലൊരു സന്ദർഭം കൈവന്നിരിക്കുന്നു. ഈ സന്ദർഭം ശരിക്കും ഉപയോഗിക്കുക തന്നെ, അതായി അവരുടെ നിശ്ചയം. തിരുമനസ്സേ, മാമ്പഴങ്ങളാണല്ലോ രാജമാതാവ് ദാനം ചെയ്യാൻ നിശ്ചയിച്ചത്. സ്വർണത്തിൽ നിർമ്മിച്ച മാമ്പഴങ്ങളായാൽ ഏറ്റവും ഉത്തമമാണ്. അവ ഉപദേഷ്ടാക്കളായ ഞങ്ങൾക്ക് നൽകണം. എന്നാൽ പരേതയുടെ ആത്മാവിന് തീർച്ചയായും പുണ്യം കിട്ടും. ആ സ്വാർത്ഥമതികളുടെ നേതാവ് എല്ലാവർക്കും വേണ്ടി രാജാവിനോട് ഇക്കാര്യം പറഞ്ഞു. അതിൽ യാതൊരു തെറ്റും രാജാവ് കണ്ടില്ല. സ്വർണ്ണ മാമ്പഴങ്ങൾ അവർക്ക് ദാനം ചെയ്യുക തന്നെ ചെയ്തു. ആ വർത്തമാനം ദാനം നൽകേണ്ട ദിവസം രാജാവ് നിശ്ചയിച്ചു. ആ വർത്തമാനം തെനാലി രാമനും അറിഞ്ഞു. എന്തൊരു ദുരാഗ്രഹികളാണ് ഈ ഉപദേഷ്ടാക്കൾ! അവർക്ക് തക്കതായ ഒരു തിരിച്ചടി നൽകണം. അതായി തെനാലി രാമൻ്റെ ഉദ്യമം. അയാൾ ഉപദേഷ്ടാക്കളെ ചെന്ന് കണ്ടു. ഉപദേഷ്ടാക്കളെ, എൻ്റെ അമ്മയുടെ ശ്രാദ്ധ ദിവസം അടുത്തിരിക്കുന്നു. രാജമാതാവിൻ്റെ ശ്രാദ്ധ ദിവസം തന്നെയാണത്. ചക്രവർത്തി സ്വർണ്ണമാമ്പഴങ്ങൾ ദാനം ചെയ്യുമെന്ന് കേട്ടു. എനിക്ക് കഴിയുന്നത്ര വിലപിടിച്ച വസ്തുക്കൾ ഞാൻ തരാം. നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് വരണം. ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കും. നിശ്ചിത ദിവസം വന്നെത്തി. ഉപദേഷ്ടാക്കൾ ചക്രവർത്തിയുടെ സ്വന്തം കൈകളിൽ നിന്ന് ദാനങ്ങൾ വാങ്ങി. തനി സ്വർണത്തിലുള്ള വലുതായ മാമ്പഴങ്ങൾ. അവ വാങ്ങിയിട്ട് അവർ നേരെ തെനാലി രാമൻ്റെ ഗൃഹത്തിലെത്തി. രാമൻ അതിഥികളെ ഉപചാരത്തോടെ സ്വീകരിച്ചിരുത്തി. കുറേ ഭൃത്യന്മാർ അവിടെയായി നിൽക്കുന്നുണ്ട്. എല്ലാവരും ചുട്ടുപഴുത്ത ഇരുമ്പ് വടികൾ പിടിച്ചിരിക്കുന്നു. എന്തിനാണത്? ആ ഉപദേഷ്ടാക്കൾക്ക് മനസ്സിലായില്ല. പ്രത്യേകിച്ച് വല്ല കർമ്മവും കാണുമായിരിക്കാം. രാമൻ അതിഥികളോട് സംസാരിച്ചു. ഉപദേഷ്ടാക്കന്മാരെ, എൻ്റെ അമ്മയ്ക്ക് കടുത്ത വാതരോഗമുണ്ടായിരുന്നു. രോഗം കാരണം കഠിനമായ വേദനയും. അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയാറുണ്ടായിരുന്നു, തീയിലിട്ട് പഴിപ്പിച്ച ഇരുമ്പ് വെച്ചാൽ വേദന മാറുമത്രേ. ഞാൻ അപ്രകാരം ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനു മുമ്പ് അമ്മ മരിച്ചുപോയി. നിങ്ങളിലൂടെ അമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കണം. അതിനാണിപ്പോൾ എൻ്റെ ഒരുക്കം. തുടർന്ന് രാമൻ ഭൃത്യന്മാരോട് ഒരാംഗ്യം കാണിച്ചു. ഭൃത്യന്മാർ ചുട്ടുപഴുത്ത ഇരുമ്പ് വടികളുമായി രാജാവിൻ്റെ ഉപദേഷ്ടാക്കളായി അതിഥികളെ സമീപിച്ചു. അവർ അന്തം വിട്ട് പുറംതിരിഞ്ഞോടി. പക്ഷേ എത്രയെന്ന് വെച്ചോടും? വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് രാമൻ്റെ ഉദ്ദേശം മനസ്സിലായി. പലവിധനെയും തെനാലി രാമനെ പ്രീണിപ്പിച്ചേ കഴിയൂ. ചക്രവർത്തിയിൽ നിന്ന് ദാനം കിട്ടിയ സ്വർണ്ണ മാമ്പഴങ്ങൾ അവ ആ ഉപദേഷ്ടാക്കളിൽ നിന്ന് തെനാലി രാമനിലേക്ക് കൈമാറി. ഈ വിവരം ചക്രവർത്തിക്ക് അറിയാൻ ഇടയായി. തിരുമേനി, അവിടുത്തെ ഖജനാവ് ഈ സ്വാർത്ഥന്മാർക്ക് വേണ്ടിയുള്ളതല്ല, നാട്ടിലെ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. തെനാലി രാമൻ രാജാവിനെ ചക്രവർത്തിയെ ഓർമ്മിപ്പിച്ചു. തെറ്റ് പറ്റിയെന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി. അത് തിരുത്തുവാൻ
അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇത് തെനാലി രാമൻ്റെ അനുഭവ കഥയിൽ നിന്നുള്ള ഒരു കഥയാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.